അക്ബർ എന്നൊരു നാമം പാരി മുഴങ്ങുമ്പോൾ പിശാചുകൾ മണ്ണിൽ നിന്നും എങ്ങോ ഓടി മറയുന്നു. പള്ളിമിനാറിൽ നിന്നും ബാങ്കിൻ ധ്വനികൾ ഉയരുമ്പോൾ ഈമാൻ ഉൾക്കൊണ്ടവരുടെ ഉള്ളം മിന്നി മോനെ ഫിദു, ദേ ബാങ്ക് വിളിച്ചുട്ടോ. ദേ ഈ ചായ. മോനെ ഉണർത്തണേ, ഞാൻ പള്ളിയിൽ പോയി വരാം. ശരി ഇക്ക. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ എഴുന്നേൽക്ക്, മദ്രസയുള്ളതല്ലേ. മോനെ മോനെ ദേ ഈ ചായ കുടിക്ക്. എന്നാൽ ശരി ഉമ്മ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വഅലൈക്കും അസ്സലാം. ആയാഷേ പോകാം. വേഗം വാ, ക്ലാസ് തുടങ്ങിക്കാണും. അസ്സലാമു അലൈക്കും ഉസ്താദ്. വഅലൈക്കും അസ്സലാം. ഫിദലും അയ്യാഷും എത്തിയല്ലോ അല്ലേ? എന്നാൽ ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. അസ്സലാമു അലൈക്കും ഉസ്താദ്. വഅലൈക്കും അസ്സലാം. അല്ല, എന്നും നേരത്തെ എത്തുന്ന അമലെന്തേ ഇന്ന് വൈകിപ്പോയേ? വരുന്ന വഴി സൈക്കിളൊന്ന് സ്ലിപ്പായി, നിലത്ത് വീണ ഷട്ടിലൊക്കെ ചെളി പറ്റി. പിന്നെ അത് മാറ്റാൻ വീട്ടിലേക്ക് തന്നെ പോയി. റബ്ബേ, എന്നിട്ട് മുറിവൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല ഇല്ല. എന്നാൽ ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. നിങ്ങളിൽ ഇന്ന് എത്ര പേർ സുബ്ഹി ബാങ്ക് കേട്ടു? പോട്ടെ, എത്ര പേർ സുബ്ഹി നമസ്കരിച്ചു? ആഹാ, നല്ല കുട്ടികൾ. നിങ്ങൾക്ക് നമസ്കാരത്തിന്റെ കഥ അറിയോ? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് 52 വയസ്സ് പ്രായം. റസൂൽ കിടന്നുറങ്ങുകയായിരുന്നു. അന്നേരം അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മിന്നൽ വേഗമുള്ള ബുറാഖ് എന്ന വാഹനവുമായി വന്നു. വിളിച്ചുണർത്തി ഒരു യാത്രയ്ക്ക് ഒരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ ആദ്യം അവർ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. അവിടെ നിന്നും അവർ യാത്ര തുടർന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ നബിയെ ആകാശലോകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ 7 ആകാശങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ പ്രവാചകന്മാരെ കണ്ടു. പടച്ചവന്റെ സന്നിധിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് തനിച്ചായിരുന്നു. അവിടെ വെച്ച് അല്ലാഹു തആല നൽകിയ സമ്മാനങ്ങളിലൊന്നാണ് 5 നേരത്തെ നമസ്കാരം. അപ്പോൾ ഉസ്താദേ ബാങ്കോ? മിടുക്കി. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം. സംശയങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാവരും ഹാദിയക്കൊരു ക്ലാപ്പ് കൊടുത്തേ. നമസ്കാരത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ.
അപ്പോൾ ഇനി ബാങ്കിനെ പറ്റി പറയാം. ഓക്കെ? ശരി ഉസ്താദ്. നമസ്കാര സമയമായാൽ മറ്റുള്ളവരെ അറിയിക്കണ്ടേ? വേണം ഉസ്താദ്. അതിനെന്തു ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കൂടിയാലോചിച്ചു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. മണിയടിക്കാം, കാഹളം മുഴക്കാം എന്നൊക്കെ. ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൃപ്തിയായില്ല. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറഞ്ഞു, റസൂലേ, ബാങ്കിന്റെ വചനങ്ങൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം ആ വചനങ്ങൾ ഉറക്കെ ചൊല്ലി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ബാങ്കിന്റെ വചനങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനങ്ങൾ ഉച്ചത്തിൽ വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ബാങ്കിന്റെ വചനങ്ങൾ ഇതാണ്: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ദിവസം എത്ര നേരം ബാങ്ക് വിളിക്കുമെന്നറിയാമോ? 5. 5 നിർബന്ധ നമസ്കാരങ്ങൾക്ക് വേണ്ടിയാണ് ബാങ്ക് വിളിക്കുന്നത്. ഇന്നത്തെ പാഠം അതിനെപ്പറ്റിയാണ്. ഇനി ഞാനൊരു പാട്ട് കേൾപ്പിക്കാം. ഒരു ദിനമെത്ര നമസ്കാരം, ഒരു ദിനമഞ്ച് നമസ്കാരം. രാവിലെ ഏതു നമസ്കാരം, രാവിലെ സുബ്ഹി നമസ്കാരം. ഒരു ദിനമെത്ര നമസ്കാരം, ഒരു ദിനമഞ്ച് നമസ്കാരം. രാവിലെ
പാട്ടെങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി ഉസ്താദ്. ശരി, ഇനി ഓരോ നമസ്കാരത്തിൻ്റെയും സമയത്തെക്കുറിച്ച് പഠിക്കാം. ആർക്കെങ്കിലും അറിയാമോ? കുറച്ചൊക്കെ. എന്നാൽ മുഴുവനായി കേട്ടോളൂ. ഓരോ നമസ്കാരത്തിനും അതിൻ്റേതായ സമയമുണ്ട്. അതിനു മുമ്പ് നമസ്കരിച്ചാൽ ശരിയാവുകയില്ല. കണ്ടില്ലേ, കിഴക്ക് ഭാഗത്ത് ഒരു നേരിയ വെളിച്ചം, അതാണ് പ്രഭാതോദയം. ഈ വെളിച്ചം കണ്ടു തുടങ്ങിയാൽ സുബഹിന്റെ സമയമായി. ഇപ്പോൾ സൂര്യൻ ഉദിക്കാനുള്ള ഒരുക്കത്തിലാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സുബഹിന്റെ സമയം അവസാനിച്ചു. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ളുഹറിന്റെ സമയമാണ്. ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളം വലുതാകുന്നതുവരെ ളുഹറിന്റെ സമയം നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ അസുറിന്റെ സമയമായി. സൂര്യൻ അസ്തമിക്കുന്നതുവരെ അസുറിന്റെ സമയം. ഇനി മഗ്രിബിന്റെ സമയമാണ്. കണ്ടില്ലേ, പടിഞ്ഞാറൻ ആകാശത്ത് ചുവപ്പ് നിറം. അത് മായും വരെ മഗ്രിബിന്റെ സമയം. മാഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഇശാഇന്റെ സമയം, പ്രഭാത വെളിച്ചം വരെ. 5 നേരമുള്ള നിർബന്ധ നമസ്കാരങ്ങളും അവയുടെ സമയവും എല്ലാവരും പഠിച്ചു അല്ലേ? അതെ. ഇനി നാളെ ഞാൻ ചോദിക്കുമ്പോഴേക്കും എല്ലാവരും മറന്നു കാണുമോ? മറക്കാതിരിക്കാൻ ഞാനൊരു വിദ്യ പറഞ്ഞു തരാം. കൃത്യമായി 5 നേരം നമസ്കരിക്കുക എന്നത് തന്നെ. അപ്പോ പിന്നെ ഒരിക്കലും മറക്കില്ല. എല്ലാവരും സമ്മതിച്ചോ? സമ്മതിച്ചു. ഉസ്താദെ, വീട്ടിൽ ഉമ്മ നമസ്കരിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. ഓരോ നമസ്കാരത്തിനും എണ്ണത്തിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഉമ്മ നമസ്കരിക്കുന്നത് നോക്കി നിൽക്കുകയാണോ ഫെബി വേണ്ടത്? ഉമ്മയുടെ കൂടെ അങ്ങ് നമസ്കരിക്കുകയല്ലേ? പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപ്പയോടും ഉമ്മയോടും എല്ലാം ചോദിക്കാം. ഓരോ നമസ്കാരത്തിൻ്റെയും റക്അത്തുകളെ പറ്റി ആർക്കെങ്കിലും അറിയാമോ? മിടുക്കൻ. എങ്കിൽ ളുഹർ നമസ്കാരം എത്ര റക്അത്താണെന്ന് കാണിച്ചേ. എക്സലന്റ്. നമുക്ക് ഫിദലിന് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? അതെ അതെ. ബാക്കി നമസ്കാരങ്ങളുടെയും റക്അത്തുകൾ അറിയുമോ ഫിദൽ? അതെ. എങ്കിൽ പറ. സുബഹ് 2, അസർ 4, മാരിബ് 3, ഇശാ 4. അപ്പോ നമസ്കാരവും അതിന്റെ റക്അത്തുമെല്ലാം പഠിച്ചു. ഇനി നമസ്കാരം ശരിയാകാൻ ചില ഷർത്തുകളുണ്ട്, നിബന്ധനകൾ. അതേപ്പറ്റി പഠിക്കാം. എന്താ? ശരി ഉസ്താദ്. ശ്രദ്ധിക്കൂ. 5 ഷർത്തുകളാണ് നമസ്കാരത്തിനുള്ളത്. 1. അശുദ്ധമായ അവസ്ഥയിൽ നിന്നും ശരീരം ശുദ്ധമായിരിക്കുക. 2. ശരീരവും വസ്ത്രവും നമസ്കരിക്കുന്ന സ്ഥലവും മാലിന്യത്തിൽ നിന്നും ശുദ്ധമായിരിക്കുക. 3. ശരീരത്തിൽ നിന്ന് വെളിവാക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ മറയ്ക്കുക. 4. നമസ്കാരത്തിന് സമയമായിട്ടുണ്ടെന്ന് അറിയുക. 5. ഖിബിലയെ അഭിമുഖീകരിക്കുക. നമ്മുടെ ഖിബില ഏതാണെന്ന് അറിയുമോ? മക്കയിലുള്ള പരിശുദ്ധ ഭവനമാണ് നമ്മുടെ ഖിബില. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അങ്ങോട്ട് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത്. പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഉസ്താദ്? പിന്നല്ലാതെ, ആണുങ്ങളെല്ലാം പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കണം. ഉസ്താദ് ജുമ്മാ നമസ്കാരത്തെ പറ്റി പറഞ്ഞില്ലല്ലോ. ഹാ, മിടുക്കി. ഓർമ്മിപ്പിച്ചത് നന്നായി. 2 റക്അത്താണ് ജുമുഅ നമസ്കാരം. അതിനു മുമ്പ് 2 ഖുതുബകളുണ്ട്. വെള്ളിയാഴ്ച ളുഹർ സമയത്ത് ജുമുഅ നമസ്കാരവും ഖുതുബയും നിലനിർത്തേണ്ടത് നിർബന്ധമാണ്. ഇനി നമുക്ക് നാളെയാകാം. ഇന്ന് ഇത്ര മതി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.
നിനക്കിന്ന് കോളടിച്ചല്ലോ. ഈ നമസ്കാരത്തെ കുറിച്ചൊക്കെ നിനക്ക് ആര് പറഞ്ഞു തന്നു? അത് എന്ത് സംശയം വന്നാലും ഞാൻ ഉപ്പയോടും ഉമ്മയോടും ചോദിച്ചു മനസ്സിലാക്കും. എന്നാൽ ശരി, നീ ചായ കുടിച്ച് വീട്ടിലേക്ക് വരുമോ? നിന്നെ വല്യമ്മ അന്വേഷിച്ചിരുന്നു. ആ ശരിയാ, വെല്ലുമയെ കണ്ടിട്ട് കുറച്ചായി. പരീക്ഷയായിരുന്നില്ലേ? ഇൻഷാ അല്ലാ ഞാൻ വരാം. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. വാലേക്കും സ്ലാം. ആ മോൻ എത്തിയോ? സഹറ, മോൻ അപ്പം കൊടുക്ക്. ഇന്നെന്താ മോൻ ഉസ്താദ് പറഞ്ഞു തന്നത്? നമസ്കാരത്തെ കുറിച്ചായിരുന്നു പാ. പിന്നെ ഉപ്പ അതേ കണ്ടോ? ആഹാ, നോക്കട്ടെ. ഉപ്പാടെ മോൻ മിടുക്കനാണല്ലോ. മോനെ, ദേ ഈ ചായ കുടിക്ക്. അപ്പോൾ സമ്മാനം വാങ്ങി വന്ന ഗമയാണല്ലേ? പിന്നെ ഉപ്പ സുബഹ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉപ്പ നമസ്കരിക്കുന്നത് കാണാലോ. അതെന്ത് നമസ്കാരമാ? ഉസ്താദ് പറഞ്ഞു തന്നത് 5 നേരത്തെ ഫർള് നമസ്കാരമാണ്. അതായത് നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന നമസ്കാരങ്ങൾ. അതല്ലാത്ത നമസ്കാരങ്ങളും ഉണ്ട്. സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് വെച്ചാൽ ചെയ്താൽ പുണ്യം കിട്ടുന്നതും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്തതുമായ നമസ്കാരങ്ങൾ. അതിൽപ്പെട്ടതാണ് തഹജ്ജുദ് നമസ്കാരം, രാത്രി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമുള്ള നമസ്കാരം. സുന്നത്ത് നമസ്കാരങ്ങൾ പിന്നെ ഏതൊക്കെയാ ഉപ്പ? റവാത്തിബ് സുന്നത്തുകൾ എന്ന് മോൻ കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. ലുഹറിന്റെ മുമ്പും ശേഷവും 2 റക്അത്തുകൾ, മഗ്രിബിന്റെയും ഇശാഇന്റെയും ശേഷം 2 റക്അത്തുകൾ, സുബഹയ്ക്ക് മുമ്പ് 2 റക്അത്ത്. ഇത്രയുമാണ് റവാത്തിബ് സുന്നത്ത്. പിന്നെ വിത്തർ എന്നൊരു സുന്നത്ത് നിസ്കാരമുണ്ട്. ഇശാ മുതൽ സുബഹി വരെയാണ് ഇതിന്റെ സമയം. 1, 3, 5, 7 റക്അത്തുകളൊക്കെ നിസ്കരിക്കാം. അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കണം. മോന് മനസ്സിലാകുന്നുണ്ടോ? കുറേശ്ശെ. പിന്നെ പള്ളിയിൽ കയറിയാലുടൻ 2 റക്അത്ത് നമസ്കരിക്കലും സുന്നത്താണ്. തഹിയ്യത്ത് എന്ന് പറയും. സൂര്യൻ ഉദിച്ചുയർന്ന് ഉച്ചവരെയുള്ള നേരത്തും ഒരു സുന്നത്ത് നമസ്കാരമുണ്ട്. ഇതിനെ ലുആ നമസ്കാരം എന്ന് വിളിക്കും. 2 റക്അത്ത് മുതൽ 8 റക്അത്ത് വരെ നിസ്കരിക്കാം. പിന്നെ ഉപ്പ, ഞാൻ അയാഷിന്റെ വീട്ടിലേക്ക് പോയി വരാം. അവന്റെ വല്യമ്മ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി മോനെ, പോയിട്ട് വാ. പിന്നെ ഫിദു, ഒരു പാക്കറ്റ് പാല് വാങ്ങിക്കണേ. ഇതാ കാശ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ, മോർണിംഗ് എത്തിയോ? പരീക്ഷകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നു വല്യമ്മ. വല്യമ്മ, ഇന്ന് ഉസ്താദ് ഫിദലിന് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. തന്നെയോ? എന്തിനാ മോന് സമ്മാനം കിട്ടിയത്? ഉസ്താദ് ഓരോ നമസ്കാരങ്ങളുടെയും റക്അത്തുകളുടെ എണ്ണം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ തെറ്റിക്കാതെ പറഞ്ഞു. മിടുക്കൻ. ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന വളരെ നല്ല ഇബാദത്താണ് നമസ്കാരം. ദിവസവും 5 നേരം നമ്മൾ കുളിച്ചാൽ വല്ല അഴുക്കും നമ്മുടെ മേലുണ്ടാകോ? ഇല്ല ഇല്ല. അതുപോലെയാ നമസ്കാരവും. നമസ്കാരം നമ്മെ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, മോശം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും. അയാഷേ, ഉമ്മയോട് ഫിദലിന് ചായ കൊടുക്കാൻ പറ. വേണ്ട വല്യമ്മ, ഞാൻ കുടിച്ചതാ. വല്യമ്മ, എന്നാൽ ഞാൻ പിന്നെ വരാം. ഉമ്മ കടയിൽ നിന്ന് പാൽ വാങ്ങി വരാൻ പറഞ്ഞിരുന്നു. എന്നാൽ മോൻ പോയി വാ. ഇടക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എല്ലാവരും എത്തിയല്ലോ. ഇന്നലെ പഠിപ്പിച്ചതെല്ലാം ഓർമ്മയുണ്ടാകും അല്ലേ? ഓർമ്മയുണ്ട് ഉസ്താദ്. നമുക്ക് ആദ്യം എങ്ങനെ വുദു ചെയ്യാം എന്ന് പഠിക്കാം. ഞാൻ കാണിച്ചു തരാം.
ശുദ്ധി വരുത്താനായി വുദു ഉണ്ടാക്കുകയാണെന്ന് മനസ്സിൽ കരുതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. മുൻകൈ രണ്ടും 3 പ്രാവശ്യം കഴുകുക. വായിൽ വെള്ളമാക്കി കൊപ്പിളിക്കുക. അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. മുഖം കഴുകുക. കൈ രണ്ടും മുട്ടുകൾ ഉൾപ്പെടെ കഴുകുക. തലയും ചെവിയും തടവുക. കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇവയെല്ലാം ക്രമപ്രകാരം ചെയ്യൽ നിർബന്ധമാണ്. പല്ല് തേക്കുക, അവയവങ്ങൾ തേച്ചു കഴുകുക, മുഖവും കൈകാലുകളും കയറ്റി കഴുകുക. കൈകാലുകൾ കഴുകുമ്പോൾ വലത്തേതുകൊണ്ട് തുടങ്ങുക. 3 പ്രാവശ്യം ചെയ്യുക. തുടങ്ങിയവ വുളൂവിൻ്റെ സുന്നത്തുകളാണ്. ഇനി ഞാനൊരു പാട്ട് കേൾപ്പിക്കാം. ചൊല്ലി കൈപ്പടങ്ങൾ ആദ്യമായി കഴുകണം, ആദ്യമായി കഴുകണം. പിന്നെ വെള്ളം വായയിൽ നിറച്ചു കുലുകുലുക്കണം, നിറച്ചു കുലുകുലുക്കണം. കൂടെ മൂക്കിൽ വെള്ളമാക്കി നല്ലവണ്ണം ചീറ്റണം, നല്ലവണ്ണം ചീറ്റണം. പിന്നെ കൊച്ചു പൂമുഖം ഭംഗിയായി കഴുകണം, ഭംഗിയായി കഴുകണം. പിന്നെ 2 കൈകളും മുട്ടടക്കം കഴുകണം, മുട്ടടക്കം കഴുകണം. പിന്നെ കൊച്ചു കൈകളാൽ തലമുഴുക്കെ തടവണം, തലമുഴുക്കെ തടവണം. കൂടെ കുഞ്ഞു കാതുകൾ മെല്ലെ മെല്ലെ തടവണം, മെല്ലെ മെല്ലെ തടവണം. പിന്നെ കാൽ തളിരുകൾ കഴുകി ശുദ്ധിയാക്കണം, കഴുകി ശുദ്ധിയാക്കണം. ശുദ്ധിയായി ശുദ്ധിയായി നാഥനെ വണങ്ങുവാൻ, നാഥനെ വണങ്ങുവാൻ. പോകയായി പോകയായി റബ്ബിനെ നമിക്കുവാൻ, റബ്ബിനെ നമിക്കുവാൻ. വുദൂവിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുതത്വഹിരീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ ഉസ്താദേ? അള്ളാഹു ഒഴികെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവന് കൂട്ടുകാരനില്ല. മുഹമ്മദ് അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവേ, അധികം പശ്ചാത്തപിക്കുന്നവരിൽ നീ എന്നെ ആക്കണമേ. ശുദ്ധിയുള്ളവരിലും നീ എന്നെ ആക്കണമേ. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹുവേ, നിന്നെ സ്തുതിച്ചുകൊണ്ടും നീ ഒഴികെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ നിന്നോട് മാപ്പു തേടുന്നു. ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. മനസ്സിലായില്ലേ എല്ലാവർക്കും? മനസ്സിലായി ഉസ്താദ്. വെള്ളം കൊണ്ടാണല്ലോ വുദു എടുക്കുന്നത്. വെള്ളം കിട്ടാതെ വന്നാൽ നമ്മൾ എന്തു ചെയ്യും? മണ്ണുകൊണ്ട് ശുദ്ധി ചെയ്യണം. മണ്ണുകൊണ്ടോ? അതെ, തയമ്മും എന്ന് പറയും. ഇത്രേയുള്ള വിഷയം. നിയ്യത്ത് വെക്കുക, ശേഷം മണ്ണിലടിക്കുക, മുഖം തടവുക, കൈ രണ്ടും തടവുക. ക്രമത്തിൽ ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായി ഉസ്താദ്. ഇനി നമുക്ക് നമസ്കാരത്തിൻ്റെ രൂപവും പഠിക്കേണ്ടേ? ഏത് നമസ്കാരമാ ഇപ്പോ നമ്മൾ പഠിക്കേണ്ടത്? ഇശ, അസർ, ലുഹർ, മഗ്രിബ്. അല്ല,
റക്അത്തുകൾക്ക് വ്യത്യാസമുണ്ട് എന്നേയുള്ളൂ. 5 നമസ്കാരത്തിൻ്റെയും രൂപം ഒന്ന് തന്നെയാണ് കേട്ടോ. നമുക്ക് ളുഹർ നമസ്കാരം തന്നെ അങ്ങ് നോക്കാം. എന്താ? ശരി ഉസ്താദ്. എന്നാൽ നമുക്ക് പ്രയർ ഹാളിലേക്ക് പോകാം. ളുഹർ നമസ്കാരം എത്ര റക്അത്താണ്? 4. നല്ല കുട്ടികൾ, മറന്നിട്ടില്ലല്ലോ. ആരാ നമസ്കരിക്കുക? ഫെബി, അയാഷ്, ഫിദൽ. ആ, ഫിദൽ തന്നെ ആകട്ടെ. എന്താ ഫിദൽ? ശരി ഉസ്താദ്. ആദ്യം കഅബയ്ക്ക് അഭിമുഖമായി നിൽക്കണം. ഞാൻ മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കഅബ എവിടെ ഉസ്താദ്? അങ്ങ് മക്കയിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്ന മണ്ണിൽ. നിങ്ങൾ ആരെങ്കിലും കഅബയുടെ ചിത്രമോ മറ്റോ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. കണ്ടില്ലെങ്കിൽ എന്താ, നമുക്ക് കാണാലോ. എല്ലാവരും കണ്ടല്ലോ അല്ലേ? എന്നാൽ നമസ്കാരത്തിലേക്ക് വരാം. അപ്പോൾ കിബിലക്ക് നേരെ നിന്ന് നമസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. നോട്ടം എപ്പോഴും മുൻവശത്ത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കണം. നമസ്കരിക്കുന്നതിന് മുമ്പ് ഉറക്കെ ബാങ്ക് വിളിക്കണം. ബാങ്കിൻ്റെ വചനങ്ങൾ നാം നേരത്തെ പഠിച്ചുവല്ലോ. ബാങ്ക് വിളി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ الذي വഅദ്ത ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ഇനി ഇഖാമത്ത് കൊടുക്കണം. അതിൻ്റെ വാചകങ്ങൾ ഇതാണ്: അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. സ്ത്രീകൾ മാത്രമായി നമസ്കരിക്കുമ്പോൾ ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ, ബാങ്ക് വേണ്ട. എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ളുഹർ 4 റക്അത്ത് നമസ്കരിക്കുന്നു എന്ന് കരുതി അല്ലാഹു അക്ബർ എന്ന് പറയണം. അല്ലാഹു അക്ബർ. അല്ല, എന്താ മിണ്ടാതിരിക്കുന്നത്? അല്ലാഹു അക്ബർ എന്ന് അങ്ങ് ഉച്ചത്തിൽ പറഞ്ഞ് കൈകെട്ടടോ. അല്ലാഹു അക്ബർ. വലത് കൈ ഇടത് കൈയുടെ മേലാണ് വെക്കേണ്ടത്. ഇതാ ഇങ്ങനെ. ഇനി ഈ പ്രാർത്ഥന ചൊല്ലണം: വജ്ജഹ്തു വജ്ഹിയ വജ്ജഹ്തു വജ്ഹിയ للذي فطر السماوات والأرض الذي فطر السماوات والأرض حنيفا مسلما حنيفا مسلما وما أنا من المشركين وما أنا من المشركين إن صلاتي إن صلاتي ونسكي ونسكي ومحياي ومحياي ومماتي ومماتي لله رب العالمين لله رب العالمين لا شريك له لا شريك له وبذلك أمرت وبذلك أمرت وأنا من المسلمين وأنا من المسلمين. ഇതിന് ദുആഉൽ ഇഫ്തിതാഹ് അഥവാ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്നു. ഈ സ്ഥാനത്ത് ചൊല്ലേണ്ട വേറെയും പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി സൂറത്തുൽ ഫാത്തിഹയാണ് ചൊല്ലേണ്ടത്. അത് ഫിദലിന് കാണാതെ അറിയാമല്ലോ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇനി ഫാത്തിഹയ്ക്ക് ശേഷം അറിയാവുന്ന സൂറത്തുകൾ ഏതെങ്കിലും ഓതണം. ഫിദലിന് കാണാതെ അറിയാവുന്ന ഏതെങ്കിലും സൂറത്ത് ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഇനി റുക്കൂ. ഫിദൽ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണം. അതുപോലെ ചെയ്യൂ. അല്ലാഹു അക്ബർ. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് 3 വട്ടം ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അളീം സുബ്ഹാന റബ്ബിയൽ അളീം. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മഗ്ഫിർലി എന്നും ചൊല്ലാവുന്നതാണ്. ശേഷം ഇഅ്തിദാൽ. റുക്കൂഇൽ നിന്ന് ഉയരുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് പറയണം. സമിഅല്ലാഹു ലിമൻ ഹമിദഹ്. ഇഅ്തിദാലിൽ ചൊല്ലേണ്ട വാചകങ്ങൾ ഇതാണ്: റബ്ബനാ റബ്ബനാ ലകൽ ഹംദു ലകൽ ഹംദു മിൽഅസ് സമാവാതി മിൽഅസ് സമാവാതി വമിൽഅൽ അർദി വമിൽഅൽ അർളി وملء ما شئت وملء ما شئت من شيء بعد من شيء بعد. പിന്നെ അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ട് സുജൂദിലേക്ക് പോകണം. അല്ലാഹു അക്ബർ. ഫിദൽ അങ്ങനെയല്ല സുജൂദ് ചെയ്യേണ്ടത്. സ്ക്രീനിലേക്ക് നോക്കൂ. അതുപോലെ ചെയ്യൂ. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് 3 വട്ടം ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുജൂദിലും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മഗ്ഫിർലി എന്നും ചൊല്ലാവുന്നതാണ്. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിവർന്നിരിക്കണം. അല്ലാഹു അക്ബർ. 2 സുജൂദുകൾക്കിടയിലുള്ള ഈ ഇരുത്തം നമസ്കാരത്തിന്റെ ഫർളുകളിൽപ്പെട്ടതാണ്. ഈ ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലി വർഹംനി എന്ന് ചൊല്ലണം. റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി വർഹംനി വർഹംനി വജ്ബുർനി വജ്ബുർനി വർഫഅനി വർഫഅനി വർസുഖ്നി വർസുഖ്നി വഹ്ദിനി വഹ്ദിനി വആഫിനി വആഫിനി. ശേഷം ഒരിക്കൽ കൂടി സുജൂദ് ചെയ്യണം. അല്ലാഹു അക്ബർ. അല്ല ഫിദലെ, സുജൂദിൽ എന്താ ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തന്നതാണല്ലോ. എന്താ മറന്നോ? ഇല്ല ഇല്ല,
കഴിയുന്നില്ല. സുബ്ഹാന റബ്ബിയൽ അഅ്ല, സുബ്ഹാന റബ്ബിയൽ അഅ്ല, സുബ്ഹാന റബ്ബിയൽ അഅ്ല. ഇനി എഴുന്നേറ്റോളൂ. അല്ലാഹു അക്ബർ. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതോടെ ഒരു റക്അത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീഡിയോവിൻ്റെ ആവശ്യമില്ല, ഓഫ് ചെയ്യാം. ഫിദൽ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മനസ്സിലായി ഉസ്താദ്. റുക്കൂയിലേക്കും സുജൂദിലേക്കും ഒക്കെ കുനിയുമ്പോഴും ഉയരുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയാൻ മറക്കരുത്. ശരി ഉസ്താദ്. ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫാത്തിഹ, ശേഷം സൂറ, റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الله أكبر. سبحان ربي العظيم سبحان ربي العظيم سبحان ربي العظيم. سمع الله لمن حمده. ربنا لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. الله أكبر. سبحان ربي الأعلى سبحان ربي الأعلى سبحان ربي الأعلى. الله أكبر. رب اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني. الله أكبر. سبحان ربي الأعلى سبحان ربي الأعلى سبحان ربي الأعلى. രണ്ടാമത്തെ റക്അത്തിൽ ഒരു ഇരുത്തമുണ്ട്. അല്ലാഹു അക്ബർ. ഈ ഇരുത്തത്തിൽ അത്തഹിയാത്തും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും ചൊല്ലണം. ഇടത്തെ കാൽപാദം പരത്തിവെച്ച് അതിന്മേൽ ഇരിക്കുക. വലത് കാൽപാദം നാട്ടിവെക്കുകയും വേണം. ഇതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് പറയുക. ഇരുത്തത്തിൽ ഇടത്തെ കൈവിരലുകൾ കാൽമുട്ടിനോട് ചേർത്ത് നിവർത്തി വെക്കണം. വലത്തെ കൈയിൻ്റെ പെരുവിരൽ ചൂണ്ടുവിരലിൻ്റെ മുരട്ടുവെച്ച് ആ ചൂണ്ടുവിരൽ നിവർത്തിയും മറ്റു വിരലുകൾ മടക്കിയും വെക്കണം. എന്നിട്ട് അത്തഹിയാത്തിൽ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തണം. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. وأشهد أن محمدًا رسول الله. وأشهد أن محمدًا رسول الله. ഇനി നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. اللهم صل على محمد. ഇനി എഴുന്നേൽക്കാം. ഇപ്പോൾ 2 റക്അത്തായി. ഇനി എല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ. 3-ാമത്തെയും 4-ാമത്തെയും റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതേണ്ടതില്ല. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അളീം. സുബ്ഹാന റബ്ബിയൽ അളീം. സുബ്ഹാന റബ്ബിയൽ അളീം. സമിഅല്ലാഹു ലിമൻ ഹമിദഹ്. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർള് വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അല്ലാഹു അക്ബർ. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അളീം. സുബ്ഹാന റബ്ബിയൽ അളീം. സുബ്ഹാന റബ്ബിയൽ അളീം. സമിഅല്ലാഹു ലിമൻ ഹമിദഹ്. റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർള് വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അല്ലാഹു അക്ബർ. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അല്ലാഹു അക്ബർ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. ഇനി അവസാനത്തെ അത്തഹിയ്യാത്താണ്. അല്ലാഹു അക്ബർ. 2-ാമത്തെ റക്അത്തിന് ശേഷമുള്ള ഇരുത്തത്തിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ട്. ഈ ഇരുത്തത്തിന് വലത്തെ കാൽപാദം നാട്ടിവെക്കുകയും ഇടതുകാൽ അതിനടിയിലൂടെ പുറത്തേക്ക് കടത്തിയ രൂപത്തിലും ചന്തി നിലത്ത് ഊന്നിയുമാണ് ഇരിക്കേണ്ടത്. ഇതിന് തവറുക്കിന്റെ ഇരുത്തം എന്നാണ് പറയുക. ആദ്യത്തെ ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലിയ അത്തഹിയ്യാത്ത് എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ ആദ്യം ചൊല്ലുക. നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വിരൽ ചൂണ്ടാൻ മറക്കരുത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി നബിയുടെ പേരിലുള്ള സ്വലാത്ത് പൂർണ്ണ രൂപത്തിൽ ചൊല്ലണം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇപ്പോൾ നമ്മൾ അത്തഹിയ്യാത്തും അതിനുശേഷം നബിയുടെ പേരിലുള്ള പൂർണ്ണ രൂപത്തിലുള്ള സ്വലാത്തും ചൊല്ലി. ഇനി അവസാനത്തെ അത്തഹിയ്യാത്തിലുള്ള ദുആ ആണ്. അല്ലാഹുമ്മ ഗ്ഫിർലി. اللهم اغفر لي ما قدمت
ما قدمت وما أخرت وما أخرت وما أسررت وما أسررت وما أعلنت وما أعلنت وما أسرفت وما أسرفت وما أنت أعلم به مني وما أنت أعلم به مني إنك أنت المقدم إنك أنت المقدم وأنت المؤخر وأنت المؤخر لا إله إلا أنت لا إله إلا أنت اللهم اللهم إني أعوذ بك إني أعوذ بك من عذاب القبر من عذاب القبر ومن عذاب النار ومن عذاب النار ومن فتنة المحيا ومن فتنة المحيا والممات والممات ومن فتنة المسيح الدجال ومن فتنة المسيح الدجال. ശേഷം സലാം വീട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആദ്യം വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് ശേഷം ഇടത് ഭാഗത്തേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കുകയല്ല വേണ്ടത്. അവിടെ തന്നെ ഇരുന്ന് കുറേ സമയം ദിക്റുകൾ ചൊല്ലുന്നതും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും നല്ലതാണ്. സലാം വീട്ടിയ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. പിന്നെ ഈ പ്രാർത്ഥനയും ചൊല്ലണം. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. മഗ്രിബ് നമസ്കാരത്തിൻ്റെയും സുബ്ഹ് നമസ്കാരത്തിൻ്റെയും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യവും അല്ലാഹുമ്മ അജിർനീ മിനന്നാർ എന്ന് 7 പ്രാവശ്യവും ചൊല്ലുന്നത് സുന്നത്താണ്. എല്ലാ ഫർദ് നമസ്കാരത്തിനു ശേഷവും ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ ഓതൽ സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ 33 പ്രാവശ്യം വീതവും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്ർ 1 പ്രാവശ്യവും ചൊല്ലണം. വേറെയും ദിക്റുകളും ദുആകളുമൊക്കെ ഈ സമയത്ത് ചൊല്ലാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. ഏതായാലും നമ്മുടെ ഇഹപര ജീവിതത്തിലെ മുഴുവൻ വിജയങ്ങൾക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള ഈ ദിക്റുകളും പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവയൊന്നും ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഇപ്പോൾ നമസ്കാരത്തിന്റെ രൂപം എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പോൾ നമസ്കരിച്ചത് ളുഹർ നമസ്കാരമാണല്ലോ. ളുഹറിലും അസ്റിലും പതുക്കെയാണ് ഓതേണ്ടത്. ബാക്കി 3 നമസ്കാരങ്ങളിൽ
ഫാത്തിഹയും സൂറത്തുകളും ഉറക്കെ ഓതാം. ഇനി എല്ലാവരും കൃത്യമായി നമസ്കരിക്കും ഇല്ലേ? ഞാനിനി നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. എന്താ ഉസ്താദ് ഹോംവർക്ക്? മയ്യിത്ത് നമസ്കാരത്തിൻ്റെയും പെരുന്നാൾ നമസ്കാരത്തിൻ്റെയും രൂപം ഇനി വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഉസ്താദിന് പറഞ്ഞു തരണം. വീട്ടിൽ ഉപ്പയോടോ ഉമ്മയോടോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്താ, ഏറ്റില്ലേ? ശരി ഉസ്താദ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ ഫിദു, അകത്തിരുന്നൂടെ നിനക്ക്? ഉപ്പ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താ മോനെ പുറത്തിരിക്കുന്നത്? നിങ്ങളോട് എന്തൊക്കെയോ ഡൗട്ട്സ് ചോദിക്കാനുണ്ടെന്നും പറഞ്ഞ് എപ്പോ ഇരിക്കുന്നതാണെന്നറിയോ? അതിന് പുറത്തിരിക്കണോ? വാ, അകത്തേക്ക് വാ. ഡൗട്ട്സ് നിനക്ക് ഉമ്മയോട് ചോദിക്കാലോ. എങ്ങനെയാ ചോദിക്കാ? ഉമ്മ ഭയങ്കര ബിസിയല്ലേ? അടുക്കളയിൽ ഞാൻ പണിത്തിരക്കിലാകുന്ന നേരത്ത് ചോദിച്ചാലെങ്ങനാ? ആ ദേഷ്യത്തിലിരിക്കുകയാ. സാരല്ല. അതെ, മോനുപ്പയോട് ചോദിക്കും. ഉപ്പ, ഈ മയ്യത്ത് നമസ്കാരത്തിന്റെയും പെരുന്നാൾ നമസ്കാരത്തിന്റെയും രൂപം ഒന്ന് പറഞ്ഞു തരാമോ? 5 നേരമുള്ള നമസ്കാരത്തിന്റെ രൂപം മോൻ പഠിച്ചോ? അത് പഠിച്ചു. എന്നാൽ മയ്യത്ത് നമസ്കാരത്തെ പറ്റി പറയാം. മരണപ്പെട്ട ആളുടെ ഗുണത്തിനു വേണ്ടി ബാക്കിയുള്ളവർ ചെയ്യുന്ന മഹത്തായ കർമ്മമാണ് മയ്യത്ത് നമസ്കാരം. 4 തക്ബീറാണ് ചൊല്ലേണ്ടത്. 1-ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതണം. 2-ാം തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലണം. 3-ാം തക്ബീറിന് ശേഷം മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. 4-ാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടണം. അപ്പോൾ സുജൂദും റുക്കുവും ഒന്നുമില്ലേ? ഇല്ല. മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം ഇങ്ങനെയാണ്. ഇനി പെരുന്നാൾ നമസ്കാരത്തെക്കുറിച്ചല്ലേ അറിയേണ്ടത്. പെരുന്നാൾ നമസ്കാരം 2 റക്അത്താണ്. നമസ്കാരത്തിന് ശേഷം ഖുത്ബയുണ്ടാകും. ആദ്യത്തെ റക്അത്തിൽ വജ്ജഹത്ത് ഓതിയ ശേഷം ഫാത്തിഹ ഓതുന്നതിന് മുമ്പായി 7 തക്ബീറും 2-ാം റക്അത്തിൽ 5 തക്ബീറും ചൊല്ലണം. ഈ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നത് നല്ലതാണ്. മനസ്സിലായോ? ഇനി മദ്രസ തുറക്കുമ്പോൾ ഉസ്താദിന്റെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പരിപാടിയാ അല്ലേടാ? ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. ഉസ്താദ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു തന്നു. ഉപ്പയിൽ നിന്നും കുറെ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി മുതൽ കൃത്യമായി നമസ്കരിക്കണം, നന്നായി പഠിക്കണം, ഉയരങ്ങളിലെത്തണം. ഉപ്പയെപ്പോലെ ഉസ്താദിനെ പോലെ നല്ലൊരാളായി തീരണം.